പറന്നാലോ നമുക്ക്. നമ്മൾ പോകുന്നത് അടിയോഗിയാണ്. ഇപ്പോൾ പുതുസ് വന്ന് 11 lakhs 11 ലക്ഷം. അങ്ങനെ നമ്മൾ അടിയോഗി എത്തിയിട്ടുണ്ട്. അയ്യോ, ഇതിൻ്റെ ആക്സിഡൻ്റ് ആണോ? அதுக்கு முன்னாடி இந்த வண்டி வச்சுருந்தான். നമ്മളെ റേസിങ്ങിനെ വിളിക്കാട്ടോ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അടിയോഗിയാണ്. അടിയോഗിയാണോ അതിയോഗിയാണോ പറയുന്നത് അറിയില്ല. എന്തായാലും കോയമ്പത്തൂർ സൈഡാണ്. നാട്ടിൽ നിന്നൊരു 180 കിലോമീറ്ററോ അത്രയൊക്കെ ഉള്ളൂ. വൺ സൈഡ് 180 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നേ ഉള്ളൂ. സമയം 6 മണി ആവാറായി, 5:45. ചെറുതായിട്ടിങ്ങനെ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. പവറില്ലേ? ഫുള്ളാക്കാം. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ഇപ്പം മലപ്പുറം എത്താനായി. മലപ്പുറം ടൗൺ എത്താറായി. മലപ്പുറം ടൗൺ നമ്മൾ ടച്ച് ചെയ്യില്ല. നമ്മൾ ഇവിടുന്ന് നേരെ പെരിന്തൽമണ്ണയാണ് പോവുക. പെരിന്തൽമണ്ണ വഴി മണ്ണാർക്കാട് ടു പാലക്കാട്, ആ റൂട്ടാണ് നമുക്ക്. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡാണ്. ഞാനിപ്പോൾ റഡാർ ബോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെ സ്പീഡ് ക്യാമറ ഉള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ കുറേ സ്പീഡ് ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഒന്നാമത് ഈ വണ്ടി ആയതുകൊണ്ട് നമ്മൾ സ്പീഡ് കയറുന്ന അറിയില്ല. ഇങ്ങനത്തെ റോഡിലൊക്കെ മാക്സിമം പതുക്കെ തന്നെയാണ് പോകാറ്. ഒരു 60-70 ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു 80-90 ആകുമ്പോഴേക്കും നമ്മളറിയില്ല. അതുണ്ടോ ഇപ്പോൾ തന്നെ 90 പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേന് ഇത് പെട്ടെന്ന് കയറും. അപ്പോൾ നമുക്ക് ക്യാമറ ഉള്ള അറിഞ്ഞു വെക്കുന്നതല്ല. കാരണം ഒരു ഓവർ സ്പീഡ് പിടിച്ചാൽ 1500 ഫൈന്. വെറുതെ പൈസ കളയണ്ടല്ലോ. അടിപൊളി മരം. ഗുൽമോഹർ തന്നെയാണോ അത്? എന്താ വ്യൂ! കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഈ സൗണ്ടിൽ നമ്മളങ്ങ് ലയിച്ചു പോകും. അപാര സൗണ്ടാണ്, ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക ഒരു ഫീൽ, നമ്മളിങ്ങനെ ലയിച്ചു പോവുക സൗണ്ടിൽ. അതാണ് ഇൻലൈൻ 4 എഞ്ചിൻ. ഈ സൗണ്ടിനാണ്. ഇതിൻ്റെ പവർ ഡെലിവറി അപാര കേട്ടോ. നമുക്ക് ശരിക്കും ഇത്രയും പവറൊന്നും കൂടെ ആവശ്യമില്ല. അത് പറക്കും വണ്ടി. ഇതിങ്ങനെ പെട്ടെന്ന് ആക്സലറേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടയർ പെട്ടെന്ന് തീരും. എനിക്കാകെ കഴിഞ്ഞ ടയർ 4000 എത്രയോ കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ. അത് പിന്നെ ഭയങ്കര സോഫ്റ്റ് ടയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് ചുരം എത്തി. ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല പാലക്കാട്ടേക്ക്. ഒന്നാമത് നല്ല റോഡില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഈ സ്പീഡ് ക്യാമറയും അനങ്ങിയ സ്പീഡ് ക്യാമറയാണ്. 60 പിടിച്ചിങ്ങനെ വരികയാണ്. 60 സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ്. ഒരു 60-70 കയറാം. അതിൻ്റെ മേലൊക്കെ കയറിയ സ്പീഡ് ക്യാമറ അപ്പം അടിക്കും. അത് ശ്രദ്ധിച്ചിങ്ങനെ പോരണം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടിയിട്ട് എത്താത്തത്. പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ കയറിയാൽ പിന്നെ നല്ല ഹൈവേസ് ഉണ്ട്, നമുക്ക് നല്ല സ്പീഡ് പോകാം. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്.
ഇവിടെ എന്താ ഇപ്പോൾ ഇത്രയും വെള്ളം? നമുക്ക് വെള്ളം കട്ട് ചെയ്ത് പോവാം. ബിക്കോസ് വെള്ളത്തിലൂടെ കയറിയാൽ നമ്മുടെ ബാഗ് മൊത്തം നനയും. ബെസ്റ്റ്. അയ്യോ, ഇതെന്ത് ആക്സിഡൻ്റ് ആണോ? ആക്സിഡൻ്റ് അല്ല, ഇത് ചെളി കെട്ടിക്കിടക്കുന്നത് ഫയർഫോഴ്സ് ക്ലീൻ ചെയ്യാൻ തോന്നും. എന്താണെന്നറിയില്ല. ആക്സിഡൻ്റാണ്. വണ്ടിയൊക്കെ ഉണ്ടല്ലോ, വണ്ടിയൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ പാലക്കാട് ടൗൺ കഴിഞ്ഞു. ഇനി നമ്മൾ കോയമ്പത്തൂർ റൂട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഈ ഓട്ടോക്കാരനൊന്ന് പോയാൽ നമുക്കൊന്ന് പോയാൽ. കോയമ്പത്തൂർ ഹൈവേ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്, അതിലേക്ക് കയറണം നമുക്കിനി. യെസ്, ഇവിടെ നിന്നാണ് കയറാം. ഈ ടൈമായപ്പോൾ തന്നെ ചൂട് കൂടി വരികയാണല്ലോ. 8:47. അപ്പോഴത്തേന് ഭയങ്കര ചൂട്. പറന്നാലോ നമുക്ക്. കെൽട്രോൺ നോക്കരുത്. അയ്യോ, നോക്കരുത്. നോ നോ നോ. ഒടുക്കത്തെ പവർ. ഒരു തരിപ്പ് ഇങ്ങനെ കയറുക, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പക്ഷേ ബ്രൂട്ടൽ പവർ, ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ പവർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഞാൻ ധനുഷ്കോടി പോയത് ഇതിൻ്റെ ക്ലച്ചിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 170 മേലെ നിന്ന് പിടിച്ചു നോക്കിയിരുന്നില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ പവർ മനസ്സിലായിട്ട്. പൊന്നെ, വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കാരണം ഇതൊരു അപകടകാരിയായ മെഷീനാണ്. 0 to 100 എന്നൊക്കെ പറഞ്ഞാൽ വെറും 3 സെക്കൻഡ് മതി.
വളരെ ഡേഞ്ചറാണ്, ശ്രദ്ധിച്ചുപയോഗിക്കണം. ഞാൻ തന്നെ അധികം എയിമായി വരുന്നുള്ളൂ, കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 3 മാസമായി. പക്ഷേ ഞാൻ അധികം നാട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പ് എൻഡോ അല്ലെങ്കിൽ ഇതിൻ്റെ മിഡ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയാം. കാരണം ഞാൻ ചെറിയ സ്പീഡിൽ കൊണ്ടെടുക്കണം, നാട്ടിലല്ലേ ഭയങ്കര സൗണ്ടും ആയിരിക്കും. അപ്പോൾ ആൾക്കാരെ വെറുപ്പിക്കണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്, പിന്നെ എൻ്റെ വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പതുക്കെ കൊണ്ട് നടക്കാറുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുള്ളൂ വണ്ടി, അധികം ലോങ്ങിനാണ് എടുക്കാറ്. എൻ്റെ മോനെ, ഞാൻ കുറച്ച് കൊടുക്കുന്നുള്ളൂ ആക്സിഡൻറ്റ്, ഏകദേശം പകുതിയോടെ കൊടുക്കുന്നുള്ളൂ. ഫുള്ള് ത്രോട്ടിൽ കൊടുത്തിട്ട് പോലും ഇല്ല. ഇപ്പം പകുതി ഇനി ഇത്ര ബാക്കിയുണ്ട്. അയ്യോ സീര്. പിന്നെ നമ്മൾ ഇതിൽ 200 ഒക്കെ സുഖമായിട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ ഇത് പിടിച്ച് നിർത്താനുള്ളൊരു കെൽപ്പും കൂടെ നമുക്ക് വേണം. അത് ഞാൻ പറഞ്ഞാൽ കുറച്ച് എയിം ആവണം വണ്ടി. കാരണം 200 ഒക്കെ പുട്ടുപോലെ കയറും, നമ്മളെ സ്ട്രെല്ലെണ്ണം പറയുന്ന പോലെ പുട്ടുപോലെ കയറും 200 ഒക്കെ. അങ്ങനെ നമ്മൾ സേലം ഹൈവേന്ന് ഇപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള കോയമ്പത്തൂർ ടൗൺ, കോയമ്പത്തൂർ ടൗൺ ഏരിയ അല്ലേ. നമുക്ക് ഈ റൂട്ട് തന്നെയാണ്. ഇവിടുന്ന് ഇനി 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിയാം. ഈ വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നത് എന്താ കേൾക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, സോണിയുടെ നല്ല മൈക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊടുക്കത്തെ സൗണ്ടായി വണ്ടിക്ക്, അതുകൊണ്ട് തന്നെ എന്താ കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ പറ്റുന്നില്ല. നോക്കാം. കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല, മെയിനായിട്ട് മൊത്തം ഹൈവേ ആണ്. ഹൈവേന്ന് ഞാൻ ചെറുതായിട്ട് റഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാലും വലുതായിട്ട് റഷ് ചെയ്തിട്ടൊന്നുമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി എൻ്റെ കയ്യിലങ്ങ് ഒതുങ്ങിയിട്ടില്ല. ഈ വണ്ടി ഒന്ന് എയിമായാലേ ഈ വണ്ടി നമ്മൾ വിചാരിച്ച പോലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ബ്രൂട്ടൽ പവറാണ്, ഇതിന് ഭയങ്കര പേടിയത് ഇങ്ങനെ യൂസ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു പൊളിക്കും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകും. Get ready for the sound. ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. അതായത് ഒരു കാര്യമായിട്ട് അങ്ങനെ മരങ്ങളൊന്നുമില്ലല്ലോ, എല്ലാം ഉണങ്ങിയ പാറയൊക്കെ പൊട്ടിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലം. ഒരു KGF ലുക്കൊക്കെ ഉണ്ട്. വലത്തെ സൈഡ് കണ്ടോ, ഒരു KGF ലുക്കൊക്കെ ഉള്ള സ്ഥലം. ഇടത്തെ സൈഡും കണ്ടോ, മൊത്തം കരിഞ്ഞ സ്ഥലം. വണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒന്നാമതിൻ്റെ സൗണ്ട് കൊണ്ടാണ്. അത് കാണാൻ അത്ര വലിയൊരു ബൾക്കി ഹൈബൂസ പോലെ അങ്ങനത്തെ എടുത്ത് കാണിക്കുന്നൊരു വണ്ടി. ഹൈബൂസൊക്കെ കണ്ടാൽ തന്നെ എല്ലാവരും നോക്കിപ്പോ നിർത്തിയിട്ടാലൊക്കെ. ഇതങ്ങനെ നിർത്തിയിട്ടാലൊന്നും എല്ലാവരും നോക്കില്ല. അമ്മേ, ഇതങ്ങനെ നിർത്തിയിട്ടാലും എല്ലാവരും നോക്കില്ല. ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടേ നോക്കുള്ളൂ. ആൾക്കാരെ നോക്കാതെ കയറും. നമ്മുടെ ലൈനിലേക്ക് ഒറ്റ കട്ടിങ് ആയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം. കാരണം തട്ടിക്കഴിഞ്ഞാൽ എങ്ക ഊരിടാറ് വരും. എങ്ക ഊരിടാ നീ എന്നെ പண்ற കോയമ്പത്തൂർ സിറ്റി പോയി. ഇപ്പോൾ കോയമ്പത്തൂർ ടൗൺ എത്തിയോ? കോവിയ പുതൂർ മെയിൻ ലെഫ്റ്റിലേക്ക് 600 മീറ്റർ ഉണ്ട് ലെഫ്റ്റില്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ നമ്മൾ അടിയോക്ക് എത്താറായി. ഇനിയുണ്ട് കേട്ടോ, ഒരു 21 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത റോഡ് കിട്ടി. നേരത്തെ ടൗൺ മൊത്തം ബ്ലോക്കായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഹൈവേ കിട്ടി. എന്നാലും വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ 60-70 ഒക്കെ പിടിച്ച് പോകാം. ഇവിടെ എന്തൊക്കെയോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. നമുക്ക് ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് വലിയ രക്ഷയായി. ഓക്കെ, 21 കിലോമീറ്റർ, അതിൽ 15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയെല്ലാം എടുക്കാം കേട്ടോ. കാരണം ഞാൻ ഓവർ ഇത് വലുതാക്കി എടുക്കാൻ ഉള്ളൊരു മൈൻഡ് എനിക്കില്ല. ഒന്നാമത് ഞാനിതിൽ ഡ്രൈവിങ്ങിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിലൊരു വീഡിയോ ചെയ്യാനുള്ള പ്രത്യേകിച്ച് എനിക്കൊരു മൂഡൊന്നുമില്ല. എല്ലാവരും ചുമ്മാ ചെയ്തെന്നുള്ളൂ. ഞാൻ എങ്ങോട്ട് പോകണമെങ്കിൽ വെറുതെ ഒരു വീഡിയോ ചെയ്ത് വെക്കും. ചിലതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇതിനിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. അവിടെ എത്തിയിട്ട് നല്ല കാഴ്ചകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലോ ഒക്കെ നോക്കാം.
നമുക്ക് എന്തായാലും പോയി നോക്കാം. നല്ല കാഴ്ചകളോ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ബാക്കി വീഡിയോ ചെയ്യാം. തമിഴ്നാട്ടിൽ ഞാൻ വിചാരിച്ചൊരു സംഭവമുണ്ട്, ഇത് കണ്ണാപ്പി കേസ്. ഇതിപ്പോൾ നമ്മളെ റേസിങ്ങിനെ വിളിക്കാം കേട്ടോ. ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അവർക്ക് നമ്മൾ റേസിങ് ചെയ്ത് തോൽപ്പിക്കണം. 1000 cc വണ്ടിയെ ഒരു 125 cc. ആക്സസിന് എത്ര CC-യാണ്? 125-നല്ല. അതെ, അവരുടെ സന്തോഷങ്ങൾ. ദേ ക്രിയേറ്റിംഗ് ദെയർ ഓൺ ഹാപ്പിനെസ്. യെസ്. കേട്ടോ, ഇതുവരെ മര്യാദയ്ക്ക് പോരുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ തുടങ്ങിയ ക്രിമികടിയാണത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം. ഇതാണോ സംഭവം? സംഭവാമി യുഗേ യുഗേ. റോഡ് ടാറിങ് അല്ല, എന്തോ ഒരു തരം കല്ലാണ്. ചാടിയാ പോണത്. മാപ്പൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എങ്ങനെ ട്രാവൽ? കേരള, കാലിക്കറ്റ്. സിംഗിൾ സോളോ. പത്തല്ലേ? പാർക്കിംഗ് അങ്ങ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഒരു 17. കാർ സെയിം. ഹൈവേയിലൊരു 20 കിടക്കും. ഇത് പവറാണ്, പവർ ബൈക്ക്. இப்போ புதுசு வந்து 11 lakhs, 11 ലക്ഷം. நான் எடுக்கும்போது 10 ലക്ഷം. യെസ്. அதுக்கு முன்னாடி இந்த വണ്ടി വെച്ചിരുന്നു. അങ്ങനെ നമ്മൾ അടിയോഗി എത്തിയിട്ടുണ്ട്. ഒരു 500 മീറ്ററോളം നടക്കാനെടുത്ത്. അപ്പോൾ ഒന്ന് കാണുന്നുണ്ട്, കണ്ടോ. പിന്നെ ഇത് ഹിന്ദുക്കളുടെ അവരുടെ എന്തൊക്കെ ആചാരമോ അമ്പലമോ എന്തൊക്കെയുണ്ട് ഇവിടെ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് കാണാനുള്ള രസം കൊണ്ട് പോകുന്നതാണ് ഞാൻ, അല്ലാതെ ഇവിടുത്തെ സംഭവങ്ങൾ എന്തോന്നും അറിയില്ല. ഇവിടെ എന്തൊക്കെ യോഗ സെൻറ്റർ എന്തൊക്കെയുണ്ട്. ഇതാ ഇവിടെ കണ്ടോ, പ്ലേസസ് ടു വിസിറ്റ്. എന്തൊക്കെയോ നാഗങ്ങളുടെ എന്തൊക്കെയുണ്ട്, എന്താണ് സംഭവം എന്നറിയില്ല. ഇത് നമുക്ക് അടുത്ത് വരും. അങ്ങനെ നമ്മൾ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി. ഇനി അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ഇനി ഇത് അവരുടെ ഓരോ ആചാരങ്ങളാണ്. എൻ്റെ ഇടയിൽ നമ്മൾ കയറാൻ പാടില്ല. ഓക്കെ, അപ്പം ഇത് കാണാനുള്ളൊരു പൂതി ഉണ്ടായിരുന്നു. അതായത് വളരെ വൃത്തിയായിട്ടുണ്ടാക്കിയ സംഭവം കണ്ടോ. ഇവിടെ നൈറ്റ് ലേസർ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ നൈറ്റ് വരെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോകും. എന്നുണ്ടോ, ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ട്, രാവിലെ ആവുന്നല്ലോ. അപ്പോൾ
ഇവിടെ ഉണ്ട്. ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. യോഗ സെൻറ്റർ, എന്തൊക്കെയോ സർപ്പക്കാവ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നല്ല വൃത്തിയുള്ള പ്രതിമ.